ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ഓഫീസ് ഡേ എങ്ങനെയാണ് എന്നുള്ളതാണ്. മഴയുള്ള ദിവസം, നമുക്കറിയാം മഴ നന്നായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നിർത്താതെ അങ്ങ് പെയ്യാണ്. അപ്പോൾ രാവിലെ എപ്പോഴും ഓഫീസിൽ പോകുന്ന ടൈമിൽ മഴ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ പോയി ഓഫീസിൽ മഴ നനഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും കാലും കൈയൊക്കെ നനഞ്ഞു. പിന്നെ ബാഗ് ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസിലേക്ക് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വഴി കയറാതെ ഞാൻ ബാക്ക് വഴിയാണ് കയറിയത്. കാരണം നനഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വഴി കയറാതെ, കുടയൊക്കെ ഉണ്ട് കയ്യിൽ, അപ്പോൾ അതുകൊണ്ട് ബാക്ക് വഴിയാണ് കയറിയത്. അതാണ് ബാക്കിൽ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലോട്ട് പോയത്. എന്നിട്ട് അങ്ങോട്ട് എൻ്റെ സീറ്റിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ പാൻറ്റും ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് പാൻറ്റ്, കാല്, പിന്നെ അതുപോലെ കൈ, പിന്നെ ബാഗൊക്കെ തുടച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ജോബിലേക്ക് കടന്നത്. കുറച്ച് ലേറ്റായിരുന്നു എത്താൻ വേണ്ടിയിട്ട്, മഴ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജോബിലേക്ക് കടന്നു. ഫസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളും ചെയ്തു. എന്തൊക്കെ ഇന്ന് ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഇതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അങ്ങനത്തെ പല കാര്യങ്ങളും അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പെന്നും പിടിച്ച് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും, പിന്നെ മഴയൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഓ പണ്ടാരം മഴ പെയ്യുന്നുണ്ടല്ലോ, ഇന്ന് ഓഫീസിൽ പോകണ്ടേ, മഴ നനഞ്ഞ് പോകണ്ടേ, ബുദ്ധിമുട്ടല്ലേ, തണുപ്പല്ലേ. പിന്നെ ഈ ഷൂ ഇടുന്നത് കൊണ്ട് ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഷൂവോടെയാണ് ആ ഡേ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായി. ഇപ്പം ഞാൻ അതുകൊണ്ട് സോക്സൊക്കെ ഒഴിവാക്കി. സോക്സ് ഇടലുണ്ടായിരുന്നു മഴ പെയ്യുന്നവരെ. ഒരു ദിവസം നനഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മഴ കഴിയുന്നവരെ സോക്സ് ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഷൂ മാത്രമാണ്. ഷൂ ആയാലും ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്മെല്ലുണ്ടാവും. പിന്നെ അതുപോലെ ഈ ഫുൾ കാലം എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന പോലെ ഫീലിംഗ് ആയിരിക്കും. പിന്നെ എ സിയിലും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇത് ഉണങ്ങുമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഓഫീസിലൊക്കെ പോകണമല്ലോ, എന്ത് മഴ പെയ്യുന്ന കഷ്ടപ്പാടകല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങ് വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് വരും. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനൊരു റീസൺ ഉണ്ട്, എഴുന്നേറ്റിട്ട് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനൊരു റീസൺ ഉണ്ട്, ഓടിപ്പടിച്ച് ഓഫീസിൽ പോവാൻ അതിനൊരു റീസൺ ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ തരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്, സന്തോഷമുണ്ട്, കുറേ നമുക്ക് ലൈഫിൻ്റെ എന്താ പറയുക, നമുക്ക് ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു കാരണമാണല്ലോ നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മളങ്ങ് കഴിച്ച് പിടിച്ച് പോവുകയാണ്. പിന്നെ EMI ഉണ്ടല്ലോ അടക്കാൻ വേണ്ടിയിട്ട്, EMI ഉണ്ട്, നമുക്ക് മന്ത്ലി ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങ് പോവുകയാണ്. അപ്പോൾ വർക്കിംഗ് വുമൺ എന്ന് പറയുന്നത് ഒരു, സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അത് എല്ലാം കൂടി മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചിന്തിക്കും, എന്താ വീട്ടിലെന്താ അത്ര വലിയ കാര്യം. പക്ഷേ ചിലപ്പോൾ അത്ര പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ ഓരോ ഡേയും ഇങ്ങനെ കടന്നു പോകണം. ഇന്നെന്ത് കറി ഉണ്ടാക്കണം, ഇന്നെന്ത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം, അതിനെന്ത് കറി ഉണ്ടാക്കണം, ഉച്ചക്കത്തെ എന്തുണ്ടാക്കണം, നൈറ്റ് എന്തുണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ സാധനങ്ങൾ നാളത്തേക്ക് ആ സാധനം തീർന്നു, അത് വാങ്ങണം, ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം, അങ്ങനെ ഓരോ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് വാങ്ങുക. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പപ്പായയാണ് കഴിച്ചത്. കുറേ നാളായിട്ട് മാംഗോ സീസൺ ആയതുകൊണ്ട് ഞാൻ മാംഗോ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പപ്പായ മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും കുറച്ച് ഒരു പപ്പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്.
അപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ വർക്കിംഗ് വുമൺ എല്ലാം കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. പക്ഷെ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ ജോലി എടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളങ്ങ് കഷ്ടപ്പെട്ട് അങ്ങ് ജോലി എടുക്കുക. അതിന് നമ്മളങ്ങ് മനസ്സോടെ എന്താ പറയുക, ഇഷ്ടമില്ലാതെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കണം, നമുക്ക് പൈസ വേണം, നമുക്ക് എൻഗേജ്ഡ് ആവണം. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കൂലേ, എൻഗേജ്ഡ് ആവണം. അതിനൊക്കെ ജോബ് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ലഞ്ച് കഴിക്കേണ്ട ടൈമായി. ഞാൻ ലഞ്ച് കൊണ്ടുവരികയാണ്. ഓഫീസിൽ ഫുഡ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ ലഞ്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എൻ്റേതായ ഡിഷ്, എൻ്റേതായ ഒരു കുറച്ച് പരിപാടികളൊക്കെയാണ് ഫുഡൊക്കെ. അപ്പോൾ ഇത്രയും ഇങ്ങനെ എമൗണ്ട് ഇങ്ങനെ കഴിക്കണം, ഒരു ബാലൻസ് മീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസിൽ ഫുഡ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വല്ലപ്പോഴും, അല്ലെങ്കിൽ സ്ഥിരം ഡെയിലി ഞാൻ ഫുഡ് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് തോരനും മുട്ടയും ഒക്കെ, പിന്നെ പച്ചക്കറിയായിരുന്നു, എന്തോ പച്ചക്കായയും പരിപ്പും കറിയും അതൊക്കെയായിരുന്നു കഴിച്ചത്. അങ്ങനെ കഴിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് നേരം വാഷ്റൂമിൻ്റെ അടുത്ത് പോയി, പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വീണ്ടും അത് കഴിഞ്ഞ് ബാക്ക് ടു വർക്ക് തന്നെയാണ്. 1:30 to 2:30 ആണ് നമ്മൾ ഫുഡിൻ്റെ ആ ടൈം. അത് കഴിഞ്ഞ് 2:30 ആയപ്പോഴത്തേക്ക് വീണ്ടും ജോബ് സ്റ്റാർട്ട് ചെയ്തു. മഴയുണ്ട് നന്നായിട്ട്, കുറേ ദിവസമായിട്ട് നല്ല മഴ പെയ്യാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗ്ലാസ്സാണ്, ചിലപ്പോൾ അത് അടച്ചിടും, കംപ്ലീറ്റ്ലി തുറന്നിടാറില്ല, കാരണം ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അകത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ അതുകൊണ്ട് കുറച്ച് തുറന്നിടും. പിന്നെ ഞാൻ മുകളിൽ പോയപ്പോൾ അവിടെ നിന്ന് ഫുള്ള് ഗ്ലാസ്സാണ്, അവിടെ ക്ലോസിങ് ഒന്നുമില്ല, അവിടെ ക്ലോസിങ് ഇല്ല, ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് ഗ്ലാസ് ഫുള്ള് മഴ അവിടെ നന്നായിട്ട് കാണാം. അപ്പോൾ മഴ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് താഴെ വന്നു, പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഓരോ കളിയാക്കൽ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓരോ കളിയാക്കലും ഓരോന്ന് പറയലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ അവരോട് സംസാരിച്ച് അങ്ങനെ എന്നെ കുറേ കളിയാക്കി, അങ്ങനെ സംസാരിച്ച് നിന്ന് കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വർക്കിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞാൻ പറയുന്നത് എല്ലാവർക്കും എത്രയും റിലേറ്റബിൾ ആവണം എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്ന് പറയുന്നത്, ജോബ് എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പ്രൊഫഷൻ ആയതുകൊണ്ടും, പിന്നെ അത് മാത്രമല്ല നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്നതാണ് നല്ലത്. നമ്മൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലതും ആലോചിച്ച് വിഷമിച്ച് അങ്ങനെയൊക്കെ ഒരിത് വരും. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇതിന് ടൈം അങ്ങനെ ഓരോ ടൈമായി നമുക്ക് ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നും, ജീവിക്കാൻ ഒരു ഇത് തോന്നും, നമുക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കാതെ കിടന്നുറങ്ങില്ല, കാരണം എഴുന്നേറ്റ് നല്ല ഓഫീസിൽ പോകണം, അതിൻ്റെ അങ്ങനെ ഓരോത്തിനും ഓരോ റീസൺ ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമുക്ക് മന്ത്ലി സാലറി കിട്ടുമ്പോൾ അതിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ആ ഒരു ഫിനാൻസ് സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയ് ചെയ്താണ് വർക്കിംഗ് വുമൺ. ആസ് എ വർക്കിംഗ് വുമൺ ഞാൻ അതിൽ പ്രൗഡാണ്. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൊച്ചിയിൽ ഒറ്റയ്ക്ക് പാർട്ട്ണറിൻ്റെ കൂടെ താമസിക്കുന്നു, ഞാനും പാർട്ട്ണറും മാത്രം താമസിക്കുന്നു, വർക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അതിലെനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ യൂട്യൂബ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വലിയ റീച്ചും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യുന്നു. അതിലൊക്കെ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോയിക്കോളും. അങ്ങനെ ഇന്നത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. മഴ തന്നെയാണ് പുറത്ത്. എന്നിട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ലിഫ്റ്റ് ബാക്കിലൂടെയാണല്ലോ രാവിലെ പോയത്. വൈകിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലൂടെ തന്നെ ഇറങ്ങി. പിന്നെ അവിടെ പഞ്ച് ചെയ്യണമായിരുന്നു, പഞ്ച് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുടയൊക്കെ എടുത്തു, അങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു ഓഫീസിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് എന്നെ വീഡിയോനെ കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ.
ഓക്കെ ബായ്.